ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പരിശീലകന്മാരിൽ ഒരാളായി ഫുട്ബോൾ ലോകം വിലയിരുത്തുന്ന പരിശീലകനാണ് ജോസ് മൗറിഞ്ഞോ. പോർട്ടോ എന്ന പോർച്ചുഗീസ് ക്ലബിൻ്റെ കൂടെയും ചെൽസിയുടെ കൂടെയുമൊക്കെ നിരവധി നേട്ടങ്ങളാണ് അദ്ദേഹം ഫുട്ബോൾ ലോകത്ത് നേടിയെടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ TRT റേഡിയോ എന്ന ചാനലിന് വേണ്ടി നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് ഒരു ലേഖകൻ ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം ചെൽസിയിലുണ്ടായിരുന്ന സമയത്തെ ഒരു കഥ പറയുന്നത് ഇങ്ങനെയായിരുന്നു. 2013 ഞാൻ ചെൽസിയുടെ മാനേജറായി ജോയിൻ ചെയ്ത സമയത്ത് ചെൽസിയുടെ ഓണർ എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരുന്നു. ലയണൽ മെസ്സി എന്ന താരത്തെ ചെൽസിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം, അതാണ് നിങ്ങളുടെ ആദ്യത്തെ ഡ്യൂട്ടി. ഉടൻ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. അപ്പോൾ മാനേജർ എന്നോട് പറഞ്ഞു 600 മില്യൺ തുക വരെ ലയണൽ മെസ്സിക്ക് വേണ്ടി മുടക്കാൻ ഞാൻ തയ്യാറാണെന്ന്. എങ്കിലൊന്ന് ശ്രമിച്ചു കളയാമെന്ന് കരുതി ഞാൻ ലയണൽ മെസ്സിയുടെ പിതാവുമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. ലയണൽ മെസ്സിയെ സൈൻ ചെയ്യാൻ ചെൽസിക്ക് താല്പര്യമുണ്ടെന്ന്. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് അതിന് നോ എന്നാണ് മറുപടി പറഞ്ഞത്. കാരണം ലയണൽ മെസ്സി ബാഴ്സലോണ വിടാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹത്തിന് ഇതുവരെയും ഒരു വിലയിട്ടിട്ടില്ല എന്ന്. ഞാൻ ചിന്തിക്കുകയായിരുന്നു 2013 600 മില്യൺ തുകയാണ് ലയണൽ മെസ്സിക്ക് വേണ്ടി ചെൽസി മുടക്കാൻ ഒരുങ്ങിയത്. പിന്നീട് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കി, ലയണൽ മെസ്സിക്ക് ചിലപ്പോൾ ബാഴ്സലോണ വിടാൻ താല്പര്യമുണ്ടായിരിക്കില്ല. ഒരിക്കലും അദ്ദേഹം ബാഴ്സലോണ വിടുമായിരിക്കും. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പിന്നീട് എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ലയണൽ മെസ്സി ഫ്രീ ട്രാൻസ്ഫറായി PSG പോയത്. എത്ര പൈസ നമ്മളുടെ കൈവശമുണ്ടായിരുന്നാലും ചില സമയത്ത് നമുക്ക് ആഗ്രഹിക്കുന്ന ചിലത് വാങ്ങാൻ സാധിക്കില്ല. അതിനുദാഹരണമാണ് മെസ്സി.